ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ നിന്നെയും പൃഥ്വിയല്ലേ വിടേണ്ടത്? ഇവരെന്തിനാ എല്ലാം കൂടി ചെയ്യുന്നേ? അതെ, പൃഥ്വിയുടെ അമ്മ പറഞ്ഞപ്പോ അത് ശരിയാന്ന് എനിക്കും തോന്നി. അല്ലെങ്കിലും പൂർണിമ ചേച്ചി കുറച്ച് ഓവർ സ്മാർട്ടാ. മോളെ, അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. അവളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും പണച്ചാക്കനെ കൊണ്ട് പൃഥ്വിയെ കല്യാണം കഴിപ്പിക്കാത്തതിന്റെ ദേഷ്യമാ അവളിപ്പോയി കാണിക്കുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല ചെറിയച്ച. ചെറിയച്ചൻ വിഷമിക്കണ്ട. അഭി വിളിച്ചിരുന്നു. പൃഥ്വിയുടെ അന്വേഷണം പറയാൻ പറഞ്ഞു. അവനെന്തോ വ്ളോഗിന്റെ തിരക്കിലായിരുന്നു. അത് അവന് വരാൻ പറ്റാഞ്ഞെന്ന്. ഇനി വിളിക്കുമ്പോഴേ എന്റെ അന്വേഷണം കൂടി പറഞ്ഞേക്കാം. നാളെ നമ്മൾ നേരിട്ട് കാണുമല്ലേ? ആ, അത് ശരിയാണല്ലോ. പിന്നെ അന്നാ ക്യാമറ പൃഥ്വി വാങ്ങിച്ചു കൊടുത്തില്ലേ? അതവന് ഭയങ്കര സന്തോഷായിരുന്നു. അവനൊരു ചേട്ടനെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. എനിക്കും ഒരു അന്യനെ കിട്ടിയല്ലോ. പൃഥ്വി, എന്താ അമ്മേ? നിന്റെ പൂർണിമ ചേച്ചി ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൂർണിമ ചേച്ചി ആവശ്യമില്ലാത്ത എന്ത് കാര്യം ചെയ്തു? നാളെ ഇവളുടെ വീട്ടിൽ വിരുന്നിന് പോകുമ്പോ അവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാ അമ്മ ആവശ്യമില്ലാത്ത കാര്യമാവുന്നത്? അതൊരു നല്ല കാര്യമല്ലേ? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കേണ്ടതല്ലേ? അതെ, പക്ഷെ അത് പൂർണിമ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് വാങ്ങിച്ചു തരാൻ എനിക്കറിയില്ലേ? എങ്കിലേ അമ്മ വാങ്ങിച്ചത് കിട്ടാ, ഞങ്ങൾ അതുകൊണ്ട് പോയിക്കോളാം. അത് ഞാനിപ്പോ വാങ്ങിച്ചിട്ടില്ല. നാളെ അല്ലേ പോന്നേ? നാളെ വാങ്ങിച്ചു തരാം. എന്റെ അമ്മ ഇങ്ങനെ ഒരു ഗിഫ്റ്റിനെ കുറിച്ചോ അത് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിപ്പോ പൂർണിമ ചേച്ചി വാങ്ങിച്ചിട്ട് വന്നോണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ കാര്യം? ശരി, ഞാൻ വാങ്ങിച്ചില്ലെങ്കിലും നാളെ പോകുന്ന വഴി നിനക്കും ഇവക്കും വാങ്ങാൻ അറിയാലോ. പൂർണിമ എന്തിനാ ഇതിലൊക്കെ കയറി ഇടപെടുന്നേ? ഞങ്ങൾ ഇനി അതിനൊക്കെ ബുദ്ധിമുട്ടിയ സമയം കളണ്ട എന്ന് കരുതിയാവും പൂർണിമ ചേച്ചി അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്. ഇത്ര എഫേർട്ട് എടുത്ത് ചേച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് വരുമ്പോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മനസ്സ് കാണിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കാലോ അമ്മേ. എടാ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മ വെറുതെ ചേച്ചി കുറ്റം പറയാൻ വരണ്ട. ചേച്ചി ചെയ്തത് നല്ല കാര്യം തന്നെയാ. ഞാൻ പോകുന്നു. പൃഥ്വിടാ. അഷിതേ, നീ എങ്കിലും കാര്യങ്ങൾ പൃഥ്വിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അവന് പൂർണിമയുടെ പ്ലാൻ ഒന്നും മനസ്സിലാക്കാനുള്ള വകതിരിവില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്ത് ആളാവാൻ നോക്കൂ അവള്. ചേച്ചി ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നല്ലേ അമ്മേ? സാധാരണ എല്ലാവർക്കും കാഴ്ചയിൽ അങ്ങനെ തോന്നും. പക്ഷേ ഇതവളുടെ കുരുട്ടുബുദ്ധിയാ. എല്ലാ അധികാരവും അവളുടെ കൈപ്പടയിൽ നിർത്താൻ വേണ്ടി അവള് കാണിക്കുന്ന അതിബുദ്ധി, അതൊന്നും പൃഥ്വിക്ക് മനസ്സിലാവില്ല. നീ ഇതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ എന്തിനും ഏതിനും പൂർണിമയെ മതി. അവള് പറയുന്നതേ അവൻ അനുസരിക്കൂ. ആ തരത്തിൽ അവന്റെ മനസ്സിൽ അവള് സ്വാധീനിച്ച് കയറി കൂടിയിരിക്കുക. നീ വേണം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. പൂർണിമയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം നീയാണ്. നിന്നെ കൂടി അവളുടെ സ്വാധീനത്തിലാക്കണം. അവള് പറയുന്നതിനപ്പുറം നീയൊന്നും പറയാതെയും ചെയ്യാതെ ആക്കണം. അതിനുവേണ്ടി നിനക്കെല്ലാം ചെയ്തു തരാനും നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുൻകൂട്ടി കണ്ട് സാധിച്ചു തരാനും പൂർണിമ മുന്നിലുണ്ടാവും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറിയ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീയും അവളുടെ അടിമയായി മാറും. പൂർണിമ പറയുന്ന എല്ലാ കാര്യങ്ങളും ആലോചിക്കാതെ അംഗീകരിച്ചു കൊടുക്കരുത്. വെറുതെ കിട്ടുന്നു കരുതി എല്ലാം കൈ നീട്ടി വാങ്ങിക്കുകയും ചെയ്യരുത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എങ്കിലും അതാണ് സത്യം. എന്താണെങ്കിലും അമ്മ പറഞ്ഞു. നിന്നെ പൃഥ്വി കല്യാണം കഴിക്കുന്നതിനെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനാ. അതിന്റെ കാരണം നിനക്കറിയാലോ. എന്റെ മോന് നല്ല പണവും കുടുംബമഹിമയും എല്ലാം തികഞ്ഞ നല്ല വീട്ടിൽ നിന്നും നിന്നേക്കാൾ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഉറപ്പാ. നിനക്ക് സ്വന്തമായൊരു സ്റ്റാൻഡ് ഉണ്ടെന്ന് പൂർണിമയെ ബോധിപ്പിച്ചു കൊടുക്കണം. ഏതായാലും കല്യാണം കഴിഞ്ഞു. ഇനി നിന്നെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ഹലോ. ഹലോ, ഞാൻ ജയശ്രീ കേസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയതെല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്താണ് ഈ കേസ് ഇപ്പോൾ നോക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ദുരൂഹ മരണങ്ങൾക്ക് പഴയ ജയശ്രീ കേസുമായി ചില കണക്ഷൻസ് ഉണ്ടോന്നൊരു ഡൗട്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ ഡീറ്റെയിൽസ് ചോദിച്ചത്. ഓക്കെ, അതിന് സാധ്യതയുണ്ട്. ആ സമയത്ത് അവരും ഏതോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെയായിരുന്നു. അതെ. പിന്നെ ഇന്ദ്ര ടിവിയിലെ പൃഥ്വിയുടെ കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും ലീഡ് കിട്ടിയോ? അയാളുടെ ഓരോ രീതികൾ വെച്ച് കേസിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ വിളിക്കണം. ശരി. ഓക്കെ. ശരി. അഷി, എന്താ മോളെ ഈ സമയത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ടെൻഷൻ ആവണ്ട, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം അമ്മയോട് പറയാൻ വിളിച്ചതാ. പറ, എന്താ കാര്യം? നാളെ അങ്ങോട്ട് വിരുന്ന് വരുമ്പോ കൊണ്ടുവരാനുള്ള ഡ്രസ്സുകളും മറ്റും പൂർണിമ ചേച്ചി തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. ആഹാ, അപ്പൊ പൂർണിമയ്ക്ക് ഞങ്ങളോടൊക്കെ സ്നേഹമുണ്ടല്ലേ? പക്ഷെ അതൊന്നും പൃഥ്വിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അധികാരം കൈവിട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് പൂർണിമ ചേച്ചി ഇങ്ങനെയെല്ലാം ചെയ്യുന്നേന്നാ പൃഥ്വിയുടെ അമ്മ പറയുന്നേ. അത് ശരിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ നിന്നെയും പൃഥ്വിയല്ലേ വിടേണ്ടത്? ഇവരെന്തിനാ എല്ലാം കൂടി ചെയ്യുന്നേ? അതെ, പൃഥ്വിയുടെ അമ്മ പറഞ്ഞപ്പോ അത് ശരിയാന്ന് എനിക്കും തോന്നി. അല്ലെങ്കിലും പൂർണിമ ചേച്ചി കുറച്ച് ഓവർ സ്മാർട്ടാ. തൽക്കാലം നീ പൂർണിമയോട് ഉടക്കാൻ നിൽക്കണ്ട. ചെന്ന് കയറിയ ഉടനെ നീ കാരണം ഒരു പ്രശ്നം ഉണ്ടായാ നീ ആ വീട്ടിൽ ഒറ്റപ്പെടും. കുറച്ച് സമയമെടുത്ത് നിന്റേതായ ഒരു സ്ഥാനം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് മാത്രമേ പൂർണിമയ്ക്കെതിരെ നിൽക്കാവൂ. ഞാനും അത് തന്നെ ഓർത്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൃഥ്വിക്ക് പൂർണിമ ചേച്ചിയോട് വലിയ കാര്യം. പൃഥ്വിയുടെ അമ്മയുടെ വാക്കുകളേക്കാൾ പൃഥ്വി വില കൊടുക്കുന്നതും അനുസരിക്കുന്നതും പൂർണിമ ചേച്ചിയുടെ വാക്കുകളെ. അതെ, അത് മാത്രമല്ല, നിന്നെ കല്യാണം ആലോചിച്ചതും ഈ വിവാഹം നടത്തിയതും എല്ലാം പൂർണിമയാ. അങ്ങനെയുള്ളപ്പോ ആദ്യമേ പൂർണിമയെ പിണക്കുന്നത് ശരിയാവില്ല. ചന്ദ്രമതിയോട് സംസാരിക്കുമ്പോ അവർക്കൊപ്പവും പൂർണിമയോട് സംസാരിക്കുമ്പോ അവൾക്കൊപ്പവുമായിട്ട് അങ്ങ് നിന്നാ മതി. അത് പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യൂ. പിന്നെ ആഷി എന്ത് ചെയ്യുമ്പോഴും നീ അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യാവൂ. എടുത്തു ചാടി അബദ്ധം ഒന്നും കാണിക്കരുത്. ഇല്ല, ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട.